ലോകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം തരാം. അപ്പൊ ഇന്നത്തെ വിഷയം മനസ്സിലായില്ലേ? ചാപ്പാട് കിട്ടാൻ എന്ത് ചെയ്യണം, അതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ ഇരുന്നൂടെ എല്ലാവർക്കും ഖബറല്ല, സ്വർഗമല്ല, നരകമല്ല, മഹിഷറല്ല, നന്നായിട്ട് ചാപ്പാട് കിട്ടും. 4 കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിനെന്തരാമീൻ? നേരത്തെ ഞാൻ മാക്ക് ദ്വാരന്നിട്ട് ആരും ആമീൻ പറഞ്ഞിട്ടില്ല. ചാപ്പാടിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ആമീനുണ്ട്. ഈ ഭക്ഷണം അള്ളാഹു നമുക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സ്വർഗത്തിൽ അള്ളാഹു തആല ഒരു മനുഷ്യന് താമസിക്കാൻ സ്വർഗത്തിൽ ഇടം നൽകിയതിനു ശേഷം അള്ളാഹു സ്വർഗത്തിൽ ആദ്യമായി നൽകിയ ആ അനുഗ്രഹം ഭക്ഷണമായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചതിനു ശേഷം അല്ലാഹു ആദ്യമായി കൊടുത്തത് അടിവാരത്തെ അരുവി ഒഴുകുന്ന ആരാമങ്ങളല്ല. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ സുന്ദരമായ സുഖലോലുപ സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളിൽ ആദം നബിയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ആറാടുമ്പോ അവർക്ക് ആദ്യമായിട്ട് അല്ലാഹു കൊടുത്തത് മണിമേളകളായിരുന്നില്ല. അവർക്ക് കൊടുത്തത് ഏതെങ്കിലും സുഖ സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളല്ല. ആദ്യമായിട്ട് അല്ലാഹു തആല മനുഷ്യന് സ്വർഗ്ഗത്തിൽ കൊടുത്തത് എന്തെന്നറിയോ? യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറയുന്നു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ താമസിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹു ആദം ഹവ്വാ ദമ്പതിമാർക്ക് ആദ്യമായി കൊടുത്തത് എന്തെന്നറിയോ? വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. നിങ്ങൾക്ക് ഭക്ഷണം യഥേഷ്ടം കഴിക്കാം, നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് സൗകര്യം പോലെ ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. ആദ്യമായിട്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകിയ അനുഗ്രഹം ഭക്ഷണമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് അല്ലാഹു പറയുകയാണ്, ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളില് ഒരു മൃഗമായാലും ഇഴജന്തുവായാലും പറവയായാലും മനുഷ്യനായാലും ഇതിനെല്ലാം അല്ലാഹു ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലാഹു ഭക്ഷണം കൊടുക്കാതെ ഒരു ജന്തുവുമില്ല, ഒരു ജീവിയുമില്ല, ഒരു മൃഗമില്ല, പക്ഷിയില്ല, പറവയില്ല, ഇഴജന്തുക്കളില്ല, പ്രാണികളില്ല, പരൽ മത്സ്യങ്ങളില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ഭക്ഷണമില്ലാതെ ഒരാളുമില്ല. അത് ആരായാലും നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്. പക്ഷെ അല്ലാഹു തആല എല്ലാവർക്കും ഒരുപോലെയല്ല ഭക്ഷണം കൊടുക്കുന്നത്. 3 നേരം ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന സമ്പന്നന്മാരുണ്ട്, മിഡിൽ ലെവലിലുള്ളവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത പാവപ്പെട്ടവരുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, വല്ലാഹു ഫളല ബഅലകും അലാ ബഅലിൻ ഫിർ റിസ്ഖി. ഭക്ഷണത്തിൽ അല്ലാഹു ചിലരെ മറ്റ് ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുകയാണ്. നല്ല മട്ടൻ കൂട്ടി കഴിക്കുന്നവര് നമ്മുടെ ഇടയിലുണ്ട്. പോഷകാഹാരം കിട്ടാതെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയുമായി നാട് തെണ്ടുന്ന പാവപ്പെട്ടവരും നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്. അല്ലാഹു വാരിക്കോരി നിങ്ങൾക്ക് ഭക്ഷണം തരാത്തത് എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹുവിന്റെ ഖജനാവില് ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിലല്ല. ഈ മാലുമേലെ വേങ്ങറ പള്ളിയുടെ പരിസരത്തുള്ള എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാ, ആരാ വേങ്ങറക്കാരാ നമുക്ക് ഭക്ഷണം തരുന്നത്? സിവിൽ സപ്ലൈസ് മന്ത്രിയാണോ? ആരാ നമുക്ക് ഭക്ഷണം തരുന്നത്? നമ്മുടെ റാസിഖ് അല്ലാഹ്, നമ്മുടെ റസാഖ് അല്ലാഹ്. കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്നത് അല്ലാഹുവല്ലേ? അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അല്ലാഹു ആർക്കെങ്കിലും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, ഈ വേങ്ങറയിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പട്ടിണിയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖജനാവില് ഭക്ഷണം തീർന്നതിന്റെ പേരിലല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു എന്തുകൊണ്ടാണ് ഭക്ഷണം വാരിക്കോരി നമുക്ക് തരാത്തതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ.
അല്ലാഹു പറയുകയാണ് വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി അല്ലാഹു അവന്റെ അടിയാറുകൾക്ക് ദാസന്മാർക്ക് ഭക്ഷണം അങ്ങ് തുറന്നു കൊടുത്താ വിശാലമായി അല്ലാഹു ഭക്ഷണം എല്ലാവർക്കും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ലബഗൗ ഫിൽ അർളി അവര് ഭൂമിയിൽ അഹങ്കാരികളായി മാറുമെന്നതിന്റെ പേരിലാ. കണ്ടിട്ടില്ലേ ഒരു കല്യാണം നടക്കുമ്പോ പാവപ്പെട്ടവന്റെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ ആരുടെ മുന്നിലൊക്കെ ചെന്ന് കൈനീട്ടിയിട്ടാണ് ഒരു ചാക്കരി വാങ്ങുന്നത്, ഒരു 10 കിലോ മാംസം വാങ്ങുന്നത് ആരുടെയൊക്കെ മുമ്പിൽ ചെന്ന് കൈനീട്ടിയിട്ടാണ്. എന്നാൽ സമ്പന്ന ഫാസിസത്തോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാർ അവരുടെ മക്കളുടെ കല്യാണം നടത്തുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ ലഗബഗൗ ഫിൽ അർള് അവര് അഹങ്കാരികളായി ഭക്ഷണം വെച്ചു വിളമ്പിയിട്ട് കുഴിച്ചിടുകയാ. അതെന്തിന്റെ പേരിലാണ്? അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഒന്ന് അധികമായപ്പോ അവര് അഹങ്കാരികളായി മാറി. അല്ലാഹു പറയുന്നു വലാകി യുനസ്സിലു ബിഖദരി മാ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരു തോത് വെച്ചിട്ടാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും പട്ടിണി കിടക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു അമുസ്ലിം കുടുംബം പട്ടിണി കിടക്കുന്നെങ്കിൽ യജമാനനായ സർവേശ്വരനായ സർവാധിപതിയായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൈവം തമ്പുരാന്റെ ഖജനാവിൽ ഭക്ഷണം തീർന്നത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം യഥേഷ്ടം അല്ല തരാത്തതെന്നറിയോ? ദൈവം എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഭക്ഷണം തരാത്തതെന്നറിയോ? നിങ്ങൾക്ക് അല്ലാഹു ധാരാളമായി ഭക്ഷണം തന്നാ നിങ്ങൾ അഹങ്കാരികളായി മാറിപ്പോകും അതിന്റെ പേരിലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. ലാ യൻഫുദു അബദാ ഒരിക്കലും അവന്റെ ഖജനാവ് വറ്റിപ്പോകൂല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം തരാ പടച്ചവന്റെ കയ്യിൽ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, അല്ല പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലലില്ലാതെ അലട്ടലില്ലാതെ മുട്ടില്ലാതെ തട്ടില്ലാതെ അല്ലാഹു നമുക്ക് ഭക്ഷണം തരും. ആ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകാം. പക്ഷെ പോയാൽ മാത്രമല്ല, ഇത് അന്നത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ആ 4 കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് സ്വന്തം ആത്മാവിനോട് ഉറപ്പ് കൊടുത്തിട്ട് വേണം 10 മണിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ. കാരണം അല്ലാഹു നമുക്ക് ധാരാളം ഭക്ഷണം തരും. ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടപ്പോ അയാൾക്ക് നല്ല വിശപ്പ്. ആ വിശന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു ചാക്ക് നിറച്ച് പവിഴം, മനോഹരമായ പവിഴം, വില നമുക്കറിയാലോ. ആ പവിഴം അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഒരു ചാക്ക് നിറച്ച് കിട്ടിയപ്പോ വിശപ്പിന്റെ കാഠിന്യം മൂലം ഈ സാധു വിചാരിച്ചു അത് ചോളമാണ് എന്ന്. സന്തോഷത്തോടെ ഓടിച്ചെന്ന് ചാക്കിൽ നിന്ന് ചോളമെന്ന് കരുതി പവിഴം വാരിയെടുത്തപ്പോൾ അത് വലിയ വിലയുള്ള കോടിക്കണക്കിന് രൂപ വിലയുള്ള പവിഴമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ വിഷമിച്ചു പോയി എന്നാണ് സംഭവം. പവിഴം കിട്ടിയാൽ വിഷമിക്കുന്ന ആരാ? രാവിലെ ഉറക്കം എണീറ്റ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ക്ലിയറായി റാഹത്തായി നമ്മൾ നേരെ ടേബിളിലേക്ക് വന്നു. ആ തീന്മേശയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിയപ്പോ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചത് ഒരു 10 പവൻ ആഭരണമാണ്. രാവിലെ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കോ അതോ ദുഃഖിക്കോ? സന്തോഷിക്കോ ദുഃഖിക്കോ? പെണ്ണുങ്ങളാണെങ്കിൽ വിചാരിക്കുന്നത് ഒരു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, സ്വർണമല്ലേ. അതെന്താ അങ്ങനെ ചിന്തിക്കുന്നതെന്നറിയോ? രാവിലെ കിട്ടിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടുമെന്നറിയാം, ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ രാത്രി കിട്ടുമെന്നറിയാം. ഇനി എങ്ങൊന്നും കിട്ടിയില്ലെങ്കിൽ സ്വർണം വിറ്റിട്ട് എവിടെന്നെങ്കിലും ഭക്ഷണം വാങ്ങാം എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാ. ലോകത്ത് അങ്ങനെ ഒരു ഭക്ഷണം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് വെച്ചോ. നമ്മുടെ കയ്യിൽ 25 കിലോ സ്വർണം കിട്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഭക്ഷണം ഈ ലോകത്തില്ല. അല്ല എല്ലാം അങ്ങോട്ട് ഉയർത്തിക്കളഞ്ഞു. കയ്യില് 1 കോടി രൂപ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ?
അതുകൊണ്ടാണ് സഅദി ഷിറാസി പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം പറഞ്ഞ കഥയല്ല, അദ്ദേഹം പറയാണ് 10 പാത്രം നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി മുഴുവൻ വെളുക്കുന്നത് വരെ ഖുർആൻ ഓതിയ ഒരു മനുഷ്യൻ 10 പാത്രം ഭക്ഷണം കഴിച്ച് 10 പ്ലേറ്റ് ചോറ് കഴിച്ച് എന്നിട്ട് രാത്രി മുഴുവനും അദ്ദേഹം ഖുർആൻ ഓതി നേരം വെളുക്കുന്നത് വരെ. അവനോട് ഗുരു പറഞ്ഞു, മോനെ 10 പാത്രം ഭക്ഷണം കഴിച്ച് നീ വെളുക്കുന്നത് വരെ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് അരപാത്രം ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ അര റൊട്ടി കഴിച്ചിട്ട് നീ സുഖമായി കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത്. അര റൊട്ടി കഴിച്ചിട്ട് കിടന്ന് സുഖമായി ഉറങ്ങുന്നതാണ് നല്ലത് എന്തിനേക്കാൾ 10 പ്ലേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് വെളുക്കുന്നവരെ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത്. കാരണം എന്താ? എപ്പോഴും ലിമിറ്റ് വെച്ച് നമുക്ക് ഭക്ഷണം കിട്ടിയാലേ നമ്മൾ അള്ളാനെ ഓർക്കുള്ളൂ. ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ പടച്ചോനും ഇല്ല, പള്ളിക്കൂടവും ഇല്ല, പള്ളിപ്പുരയില്ല, ഒന്നുമില്ല. അതേസമയം ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ ദുആ, ദിക്ർ, ഉസ്താദേ ദാരിദ്ര്യം മാറാൻ എന്താ മാർഗം? ഇഷ്ടം പോലെ അങ്ങോട്ട് തട്ടിക്കൊടുത്താലോ അള്ളാനെ അങ്ങ് മറക്കും. പട്ടിണി കൊടുത്താലോ ഉസ്താദേ ദാരിദ്ര്യം മാറാൻ എന്തെങ്കിലും ദുആ ഉണ്ടാ, പട്ടിണി മാറാൻ എന്തെങ്കിലും സ്വലാത്തുണ്ടാ എന്ന് ചോദിച്ച് നടക്കും. അള്ളാനെ ഓർമ്മ വരണമെങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം കമ്മിയാക്കി തരണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു. നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം തന്നാൽ നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരികളായി പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 4 കാര്യങ്ങൾ ഞാൻ ഉണർത്തും. ഞാൻ ഉണർത്താൻ പോകുന്ന 4 കാര്യങ്ങളാണ്. നിങ്ങൾ അടുത്ത് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക്. മഗ്‌രിബ് കഴിഞ്ഞ് ഉറങ്ങുന്നവരെ ഞാൻ ഈ സമയത്ത് ഉറങ്ങുന്നവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആരോ അതിന് കണ്ണടച്ച് തഖ്വയോടുകൂടി പ്രസംഗം കേൾക്കണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ വലത്തോട്ട് ഇടത്തോട്ടൊന്ന് സലാം വീട്ടുമ്പോൾ നോക്കിയേക്ക്. ഉറങ്ങുന്നെങ്കിൽ പതുക്കെ ഒന്ന് തട്ടിയേക്ക്. ഒരു ഇടയ്ക്കിടയ്ക്ക് 10-15 മിനിറ്റ് കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്താൽ നമുക്ക് ഭക്ഷണം അള്ളാഹു തആല തരും. ഖുർആനാണ്. എന്റെ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ചെയ്തോളി. ദൈവം ഭക്ഷണം തരും, ദൈവം ഭക്ഷണം തരും. നിങ്ങൾ നിങ്ങളുടേതായ ആംഗിളിൽ ചെയ്താൽ മതി, നിങ്ങളുടേതായ ആംഗിളിൽ നിങ്ങൾ ചെയ്താൽ മതി. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തു ത്വലാഖിലാണ്. സൂറത്തു ത്വലാഖ് 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിങ്ങൾക്ക് അല്ലലും അലട്ടലും ഇല്ലാതെ യഥേഷ്ടം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു വെച്ച ഡിമാൻഡ് എന്തെന്നറിയോ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു പറയുകയാണ്, വമൻ യത്തഖില്ലാഹ, അല്ലാഹുവിനെ ആരാണോ സൂക്ഷിക്കുന്നത്, ദൈവത്തെ ആരാണോ പേടിക്കുന്നത്, ഈശ്വരനെ ആരാണോ ഭക്തിയോടെ നോക്കി കാണുന്നത്, അല്ലാഹു പറയുന്നു യജ്അൽ ലഹു മഖ്റജാ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അല്ലാഹു കാണിച്ചു തരുമെന്നാണ്. എന്ത് പ്രശ്നമാണ് പെങ്ങളെ നമുക്കുള്ളത്? എന്ത് പ്രയാസമാ നമ്മുടെ മനസ്സിലുള്ളത്? എന്ത് പ്രശ്നമാ നിന്റെ മനസ്സിനെ വേട്ടയാടുന്നത്? മാനസികമായി നീ തകർന്ന് തരിപ്പണമായിരിക്കുകയാണോ? സങ്കടപ്പെട്ട് കഴിയുകയാണോ? അല്ലാഹു പറയുകയാണ്, വമൻ യത്തഖില്ലാ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയുമോ? ഭക്തിയോടെ ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ? എന്നാൽ യജ്അൽ ലഹു മഖ്റജാ. ഗൾഫ് നാട്ടിലെ പണിയെടുത്തവർക്കറിയാം, ആ ഗൾഫിലെ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് 140-ൽ പോകുമ്പോൾ ഏതെങ്കിലും സർവീസ് റോട്ടിലേക്ക് ഇറങ്ങണമെന്ന ചിന്ത വരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതുഭാഗത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടാകും എക്സിറ്റ് 1, എക്സിറ്റ് 2 എന്ന്. ആ എക്സിറ്റിന്റെ തൊട്ടു താഴെ അറബിയിൽ എഴുതിയിരിക്കുന്നത് മഖ്റജ് എന്നാണ്. മഖ്റജ് 1, മഖ്റജ് 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? നീ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ദേശീയ പാതയിലൂടെ പോകുമ്പോൾ നിനക്ക് പുറത്തേക്ക് ഇറങ്ങണോ? ആ റോട്ടിൽ നിന്ന് നിനക്ക് തെറ്റികെട്ട് വേറൊരു ഭാഗത്തേക്ക് പോകണോ? അതിന് പറയുന്ന പേരാണ് മഖ്റജ്. അല്ലാഹു പറയുകയാണ്, നീ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോ, മാനസിക സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ, തകർന്ന് തരിപ്പണമായ നിന്റെ മനസ്സുമാകിട്ട് മുന്നോട്ട് പോകുമ്പോ, അതിൽ നിന്ന് നിനക്ക് പുറത്ത് കടക്കണോ? അല്ലാഹു പറയുന്നു, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജാ.
ആരൊരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നുവോ, ഭക്തിയോടെ ജീവിക്കുന്നുവോ, തഖ്വയുണ്ടോ, അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹു ഒരു എക്സിറ്റ് കൊടുക്കുമെന്നാണ്, മഖ്റജ് കൊടുക്കുമെന്നാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി അല്ലാഹു കൊടുക്കുമെന്നാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്നാണ്, നിങ്ങൾ അറിയാതെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്നാണ്. ഒരു ചെറിയ ചരിത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാ. അറിയുമല്ലോ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആരാണ് മറിയം ബീവി എന്നറിയോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ, അജായിബുകളിൽ, ആയാത്തുകളിൽ ഒന്നല്ലേ മറിയം ബീവിയുടെ ഗർഭം. ആ മറിയം ബീവി ഗർഭിണിയായത് എങ്ങനെയാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ജിബ്രീൽ മാലാഖ തന്റെ ശരീരത്തേക്ക് റൂഹോടുന്നതിന് വേണ്ടിയിട്ട് ഈസാ നബിക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി പടച്ച തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ വരുമ്പോ, അത് വേഷപ്രച്ഛന്നനായി മനുഷ്യകോലത്തിൽ വരുമ്പോ മഹദിയായ മറിയം ബീവി പറഞ്ഞതെന്തെന്നറിയോ? എന്തിനാ ചെറുപ്പക്കാരാ നീ ഇവിടെ വന്നത്? എന്തിനാ ഇവിടെ നീ വന്നത്? ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ഈ വന്ന ചെറുപ്പക്കാരൻ, അഥവാ സുന്ദരമായ തറുത്ത തലമുടിയുള്ള വെളുത്ത ശരീരമുള്ള തൂവെള്ള വസ്ത്രം ധരിച്ച കാണാ സുമുഖനായ മുഞ്ചനായ ജിബ്രീൽ വേഷം മാറി വന്ന് ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതെന്തെന്നറിയോ? ലിയഹബലക ഗുലാമൻ സകിയാ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ്. മറിയം ബീവി ചോദിച്ച ചോദ്യം ഇതാണ്, വലം യംസസ്നി ബശർ, ഞാൻ വിവാഹിതയല്ല, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാ? ഞാൻ വിവാഹിതയല്ല, പിന്നെങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകാനാ? ഞാൻ വിവാഹിതയാകാതെ കുഞ്ഞുണ്ടാകണമെങ്കിൽ ഞാൻ പിഴച്ചവളാകണമല്ലോ. വലം ബഗിയാ, ഞാൻ പിഴച്ച പെണ്ണല്ല, അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ കളികൾ എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ധീരമായി സ്വതസിദ്ധമായ ശൈലിയിൽ ജിബ്രീലാണ് വന്നതെന്നറിയാതെ ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്ന മനുഷ്യനോട്, ജിബ്രീലിനോട് തട്ടിക്കയറുന്ന മറിയം ബീവി അറിയോ? ആ മറിയം ബീവിക്ക് അല്ലാഹു തആല ചെറിയ പ്രായത്തിൽ കൊടുത്ത വലിയ ഒരു അനുഗ്രഹം ഞാൻ പറയാ. സക്കരിയാ നബി എന്ന ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ഇമാമായിരുന്നു. വേങ്ങര പള്ളിയിലെ ഇമാമ ബഹുമാനപ്പെട്ട തഴവ മുജീബുർ റഹ്മാൻ മൗലവിയാണെങ്കിൽ, തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാമി വിനീതനാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് 16 മാസക്കാലം നമ്മൾ തിരിഞ്ഞ് നമസ്കരിച്ച പരിശുദ്ധമായ ഒന്നാം ഖിബിലയുണ്ടല്ലോ, ഇന്ന് ജൂത പിശാചുക്കളെ ഇസ്രായേൽ കിരാതന്മാര് കയ്യിൽ വെച്ച് സമ്മാനമാടുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പുണ്യ ദേവാലയമുണ്ടല്ലോ, അതിന്റെ ഇമാമായിരുന്ന സക്കരിയാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ ഹന്നാ ബീവിയുടെ മകളാണ് മറിയം ബീവി. ആ മറിയം ബീവിയെ നന്നായിട്ട് പരിചരിക്കാൻ, തർബിയത്ത് കൊടുക്കാൻ ഇന്ന് മദ്രസയിൽ നമ്മളെ പെൺമക്കളെ കൊണ്ടുവന്നാക്കും പോലെ ഹന്നാ ബീവി മറിയം ബീവി എന്ന മകളെ കൊണ്ടുവന്ന് ഭർത്താവിന്റെ അനുജത്തിയുടെ ഭർത്താവായ സക്കരിയാ നബിയെ ഏൽപ്പിക്കുകയാണ്. ഓ സക്കരിയാ നബിയെ, എന്റെ മകളെ നന്നാക്കി എടുത്ത് തരണേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ബൈത്തുൽ മുഖദ്ദസിലാക്കുമ്പോ മഹാനായ സക്കരിയാ നബിയുടെ തർബിയത്തിലെ തസ്കിയത്തിലെ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം സക്കരിയാ നബി അലൈഹിസ്സലാം മെഹ്റാബിനകത്ത് ആ മറിയം ബീവി എന്ന ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ മറിയം ബീവിയുടെ മുന്നിലിതാ സുന്ദരമായ ഭക്ഷണം ഇരിക്കുകയാ. ആ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത ഭക്ഷണമാണ്, ആ നാട്ടിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങളാണ്. സുന്ദരമായ രുചിയൂറുന്ന വർണ്ണനിറങ്ങളിലുള്ള പഴക്കൂട്ടങ്ങൾ കണ്ടപ്പോ സക്കരിയാ നബി ചോദിച്ചു, അന്നാലകി ഹാദാ, ഇതെവിടെയാണ് മറിയമേ എന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുവ മിൻ ഇൻദില്ലാ, ഇതെനിക്ക് എന്റെ പടച്ചവൻ തന്നതാ, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഇത് സൂറത്തു മറിയമാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്. അന്നാലകി ഹാദാ, എന്റെ മറിയമേ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാ, ജഗദീശ്വരനായ സർവജ്ഞനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു
അല്ലാഹു എനിക്ക് തന്നതാണ് എന്ന് മറിയം ബീവി പറഞ്ഞു. മറിയം ബീവി അറിയാതെ മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തു. സക്കരിയ നബി എന്ന പള്ളിയിലെ ഇമാമ, ഒരു പ്രവാചകനായ ആ നബി പോലും അത്ഭുതപരതന്ത്രനായിക്കൊണ്ട് ആ പെൺകുട്ടിക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഭക്ഷണമല്ല കൊടുത്തെന്നറിയോ? അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങളോട് മനസ്സിലാക്കി തരേണ്ടത്. മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഏറ്റവും നല്ല ചാരിത്രശുദ്ധിയുള്ളവളായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഭക്തയായിരുന്നു. അതുകൊണ്ടല്ലേ തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനായ വേഷം മാറി വന്ന ജിബ്രീൽ ആണെന്നറിയാതെ മറിയം ബീവി പറഞ്ഞത് എന്താണ്? അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരാ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. എടോ ചെറുപ്പക്കാരാ, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ, സൂക്ഷ്മതയുണ്ടെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ, ദൈവത്തെ പേടിയുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോടാ. ഞാൻ വിവാഹിതയായ പെണ്ണല്ല, ഞാൻ പിഴച്ചവളുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത്? നീ ഒരു പെണ്ണായ എന്റെ മുമ്പിൽ വന്ന് തരികിട കാണിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ ഓടിക്കാനാ പെണ്ണിന് കഴിഞ്ഞത്. നീ തഖ്വയുള്ളവനാണെങ്കിൽ പോടാ മാറിയെന്ന് മറിയം ബീവിക്ക് പറയണമെങ്കിൽ മറിയം ബീവിക്ക് തഖ്വ വേണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറിയം ബീവിക്ക് പറയാൻ കഴിയുക? മറിയം ബീവി തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനോട് ജിബ്രീലാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ആരുമില്ലാത്ത മലഞ്ചെരിവ്, ആരുമില്ലാത്ത വനാന്തരം, ഒരു മനുഷ്യന്റെ യാതൊരു നിലയിലുള്ള സാന്നിധ്യവുമില്ല. ഒരു പെണ്ണിന് എന്തുമാകാം. ആ സമയത്ത് ആ പെണ്ണിന്റെ മുന്നിൽ വന്നത് ഏതെങ്കിലും കാണാൻ കൊള്ളാത്ത ചെറുപ്പക്കാരനല്ല. ജിബ്രീൽ വരുന്നതൊക്കെ ഏറ്റവും നല്ല വേഷത്തിലാണ്. നല്ല കാണാൻ സുമുഖനായി, മുഞ്ചനായി, കറുത്ത തലമുടി, വെളുത്ത ശരീരം, നല്ല സുമുഖനായി മുന്നിലെത്തിയപ്പോൾ എന്തിനു വന്നു ഇവിടെ? നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ്. അതെങ്ങനാടാ എനിക്ക് കുഞ്ഞിനെ കിട്ടുക? വലം യംസസ്നി ബശർ, ഞാൻ വിവാഹിതയല്ലല്ലോ. വലം മക്കു ബഗിയ, ഞാൻ പ്രശ്നക്കാരിയല്ലല്ലോ. പിന്നെങ്ങനെ എനിക്ക് കുഞ്ഞിനെ കിട്ടും? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. നിനക്ക് അല്ലാഹയെ പേടിയുണ്ടെങ്കിൽ പോടാ മാറി. അഹ്മദ് ബിൻ ഹംബൽ പിന്നെ മരിക്കുന്നത് വരെ മീൻ കഴിച്ചിട്ടില്ല. ഇതാണ് ഭക്തി. എത്ര പെണ്ണുങ്ങൾക്ക് അങ്ങനെയുണ്ട്, എത്ര ആണുങ്ങൾക്കുണ്ട്, എത്ര ആണുങ്ങൾക്കുണ്ട്, എത്ര ഉസ്താദുമാർക്കുണ്ട്, എത്ര ഹാജിയാക്കന്മാർക്കുണ്ട്, എത്ര കമ്മിറ്റിക്കാർക്കുണ്ട്. ആർക്കുണ്ട്? ആഹാരം കിട്ടണം, കഴിക്കണം, വയറ് നിറയ്ക്കണം. പണ്ടാരോ പറഞ്ഞതുപോലെ ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണി ഉണ്ടാക്കണം, ഇതല്ലാതെ വേറെ ചിന്തയില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കഴിക്കണം. ഇതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എന്തിനായി ചരിത്രം പറയുന്നത്? നമ്മളൊക്കെ പറയും മലക്കായിരിക്കണം ഉസ്താദേ, അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ. ചിരി പറ്റിപ്പില്ലാതെ പിന്നെ എന്ത് ജീവിതം? അല്പ തട്ടിപ്പില്ലാതെ പിന്നെ എന്ത് ജീവിതം എന്ന് ചിന്തിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് ഞങ്ങൾ മലക്കൊന്നുമല്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടി പച്ച മനുഷ്യന്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂ ഹനീഫ ഇമാം ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ മത്സ്യം കഴിക്കാത്തത് ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. ഇത് ഹനഫി മദ്ഹബിന്റെ ഇമാമിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ഒരു ആട് മോഷണം പോയി. ഒരാട് മോഷണം പോയി. ആരാണ് മോഷ്ടിച്ചതെന്നറിയില്ല. മോഷ്ടിക്കപ്പെട്ടവന് നഷ്ടം തന്റെ ആടാൻ. അങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരെ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ഏറ്റവും നല്ല ആടിനെ സംബന്ധിച്ച് അറിയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഒരാടിന്റെ ആയുസ് എത്ര വർഷമാണ്? ഒരാട് എത്ര കൊല്ലം ജീവിക്കും? എത്ര കൊല്ലമായിരിക്കും ഒരാടിന്റെ ആയുസ് എത്രയാണ്? ആട് കച്ചവടക്കാരൊന്നും ഇല്ല ഇവിടെ. ഒരാട് അങ്ങ് അറ്റം പോയാൽ 7 വർഷം ജീവിക്കുന്ന, 7 വയസ്സ്.
അങ്ങനെയുള്ള ആടിനെ നമ്മൾ കണ്ടിട്ട് ഏതെങ്കിലും ഫാമിലൊക്കെ നമ്മൾ പോയാൽ കാണും. ഒരു വലിയ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം വീട്ടിലൊക്കെ നിർത്തിയിരിക്കുമ്പോൾ 1.5 വയസ്സ് കഴിയുമ്പോൾ മുജീബ് ഉസ്താദിന്റെ എന്റെ ദാടി പോലെയൊക്കെ ദാടിയൊക്കെ ആയി അല്ലേ, വലിയ ഹാജിയാക്കന്മാരെ പോലെ ദാടിയൊക്കെ ആയി, പിന്നെ കുത്താൻ വരും. 1.5 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞ് നിർത്തിക്കാൻ പറ്റില്ല ആടിനെ. അതിന്റെ സ്വഭാവം തന്നെ മാറും. 7 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിവരം കിട്ടിയപ്പോ മഹാനവറുകളുടെ ചരിത്രം പറയുന്നത് 7 വർഷം, അന്ന് മുതൽ 7 ചാന്ദ്രിക വർഷം നോക്കിയിട്ട് മഹാനവറുകൾ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. കാരണം തന്റെ മുന്നിലെത്തിയ ഈ പാത്രത്തിരിക്കുന്ന മട്ടൻ കറി അത് മോഷ്ടിച്ച ആടിനെ കശാപ്പുശാലയിൽ കൊണ്ട് വിറ്റ് അതിനെ അറുത്ത് അതിന്റെ ഇറച്ചി തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ച് പാകം ചെയ്ത് തന്റെ പാത്രത്തിൽ വന്നതാണെങ്കിൽ അള്ളാന്റെ മുമ്പില് കഴിച്ച ഭക്ഷണം, മോഷ്ടിക്കപ്പെട്ട സാധനം അബൂ ഹനീഫ ഇമാം മോഷ്ടിച്ചതല്ല, ആരോ മോഷ്ടിക്കട്ടെ, അതാണ് കഴിച്ചത് എന്നെങ്ങാനും പടച്ചോൻ പറഞ്ഞാലോ അത്രയും തഖ്വ, അത്രയും സൂക്ഷ്മത. അതുകൊണ്ട് എന്തുണ്ടായി? അബൂ ഹനീഫ ഇമാം നമ്മളെ പോലെ വല്ല ഫക്കീറന്മാരും വല്ല ആണോ? കോടീശ്വരനാണ്. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ സാമ്പത്തികമൊന്നും ഇന്നത്തെ ഒരു മുതലാളിമാർക്കും ഇല്ല. വലിയ കോടീശ്വരനാണ്. ആ നിലയിൽ അല്ലാഹു തആല ഉയർത്തി. അതുകൊണ്ട് നമ്മളൊന്ന് ഭക്തി വെച്ച, ആരുടെയും മക്കള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഭക്ഷണം ചവച്ച് വരുന്നുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണം. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. നബിതങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കിട്ടുകയാണെങ്കിൽ നബിതങ്ങൾ ചോദിക്കും, എവിടെന്നാ ഈ പാല്? അത് ഇന്ന ആട്ടിൽ നിന്നാ. ആ ആട് എവിടെയൊക്കെ മേഞ്ഞിട്ടുണ്ട്? ഉള്ള കാര്യമായി പറയുന്നത്. അവസാനം കൊടുത്തവര് കുഴഞ്ഞു, ഞങ്ങളിനി റസൂലുള്ളാഹിന് പാല് കൊടുക്കുന്നില്ല. കാരണം കൊടുത്ത പാല് ഏത് അകിടിൽ നിന്ന്? അകിടുള്ള ആടിനെ പറഞ്ഞു കൊടുക്കണം. ആ ആട് ആരുടെ പുരയിടത്തിൽ മേഞ്ഞു. അങ്ങനെയൊക്കെ ജീവിച്ചവരും മുമ്പ് നമ്മെ നടന്നു പോയിട്ടുണ്ട്. അവര് കണ്ട സ്വർഗം, അവര് കണ്ട സിറാത്ത്, അവര് കണ്ട മഹ്ശർ നമ്മൾ കാണണം. അല്ലാതെ നമ്മൾ പിന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ളവരാണ്, ദഫ് കാണാൻ വേണ്ടി വന്നു, പരിപാടിക്ക് വേണ്ടി വന്നു, മഴ പെയ്തുകൊണ്ട് പിന്നെ പോയില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സമയായ അല്ലേ? കസേര കുറച്ചും കൂടെ വളരെ കുറഞ്ഞ കസേരയുണ്ട്. വരുന്നവർക്ക് വരാം, വിഷമമില്ലെങ്കിൽ നിന്ന് കേട്ടോട്ടെ, കുഴപ്പമില്ല. കാരണം ഇവിടെ വന്ന് ഈ ചില ആളുകൾ നേരത്തെ വന്ന് ബോക്സിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മളങ്ങോട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ചെവിയിൽ പഞ്ഞി, മൂക്കി പഞ്ഞി വയ്ക്കുന്ന ആളിനെ കണ്ടിട്ടുണ്ട്. ചെവിക്കകത്ത് പഞ്ഞിയും വെച്ചുകൊണ്ടിരുന്ന ആൾ വെക്കുക. ഉള്ള കാര്യം പറയാം. അപ്പൊ അങ്ങനെയൊന്നും കാണിച്ച് നമ്മൾ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ നിൽക്കുന്നവർ എവിടെയാണോ നിന്ന് കേട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് പോകുമ്പോ ബക്കറ്റ് കളക്ഷനിൽ സഹായിച്ചിട്ടേ പോവാം. എനിക്ക് കൊണ്ടുപോകാനല്ല. ഇത്രയും നല്ല നേരത്തെ ഈ പന്തലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേനെ? എന്ത് ചെയ്യുമായിരുന്നു? അപ്പോ നല്ല പന്തലൊക്കെ ഇട്ടു, നല്ല ഫാനൊക്കെ വെച്ച് അല്ലേ, എല്ലാ സൗകര്യം ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാര്യം കേൾക്കാം. ഒന്ന്, ഭക്തി ഉണ്ടാവുക. സൂക്ഷ്മത ഉണ്ടായാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ അല്ലാഹ് ഭക്ഷണം തന്നോണ്ടിരിക്കും. അതുകൊണ്ട് ഭക്തി ഉണ്ടാവട്ടെ, നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മത ഉണ്ടാകട്ടെ. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? നമുക്ക് ഭക്ഷണം യഥേഷ്ടം അല്ലാഹു തരാൻ, ഭക്ഷണം മനുസ്യൂതമായി നമുക്ക് അല്ലാഹു എത്തിച്ചു തരാൻ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സൂറത്തു ത്വഹ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. സൂറത്തു ത്വഹയിലെ 132-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് നമുക്ക് ഭക്ഷണം തരാൻ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? നബി തങ്ങളോട് അല്ലാഹ് പറയുകയാ, ഓ നബിയേ, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല, നിങ്ങളെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൂ നബിയേ. നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കും. ബാങ്ക് പള്ളിയിൽ നിന്ന് കേട്ടാൽ പെട്ടെന്ന് തന്നെ നമസ്കരിക്കണമെന്ന നിർബന്ധമുള്ളവരായിരിക്കും. പക്ഷെ ഭാര്യ നിസ്കരിക്കൂല, മക്കള് നിസ്കരിക്കൂല, വീട്ടിലുള്ള ഉമ്മ നിസ്കരിക്കൂല. പോര ചെറുപ്പക്കാരാ, പോര പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അല്ലാഹ് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിസ്കാരം കൊണ്ട് നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾ കൽപ്പിക്കൂ നബിയേ.
നബിയേ വസ്തബിർ അലൈഹാ. അവരെന്തോ പറഞ്ഞോട്ടെ, അവര് നിസ്കരിക്കൂലെന്ന് വാശി പിടിക്കട്ടെ, അവര് എന്തെല്ലാം കുറുക്ക് ന്യായങ്ങൾ പറഞ്ഞാൽ വസ്തബിർ അലൈഹാ, നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിൽ, ആ നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അങ്ങ് പിടിച്ചു നിൽക്കണം നബിയേ. തകർന്നു പോകരുത്, അങ്ങൊരിക്കലും തളർന്നു പോകരുത്. നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു കുടുംബം നിസ്കരിച്ചില്ല, രണ്ടാമതും പറഞ്ഞു കുടുംബം നിസ്കരിച്ചില്ല, മൂന്നാമതും നാലാമതും പറഞ്ഞു നമസ്കരിച്ചില്ല. നിങ്ങൾ നിർത്തിക്കളയരുത്, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. വസ്തബിർ അലൈഹാ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, നമസ്കാരം കൽപ്പിക്കുന്ന വിഷയത്തിലും നിങ്ങൾ ധീരമായി മുന്നേറിക്കൊണ്ടിരിക്കോ. അല്ലാഹു പറയുന്നു ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് ഞാൻ ഭക്ഷണമൊന്നും ചോദിക്കുന്നില്ല. വനഹനു നർസുഖുക, നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത്, നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞല്ലോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം മുറുകെ പിടിക്കല, നിസ്കാരം മുറുകെ പിടിക്കല. രണ്ടാമതായി എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ആഫ്റ്റർ കോവിഡില് കേരളത്തിൽ കോവിഡാനന്തര ജീവിതത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറോണ വന്നതിന് ശേഷം ജുമയ്ക്ക് പോലും ചെറുപ്പക്കാര് പള്ളിയിൽ വരൂല. എന്റെ ചെറുപ്പക്കാരാ, യുവത്വം എന്ന് പറയുന്നത് ഒരു തരം വിപ്ലവത്തിന്റെ, ഒരു തരം പ്രസിപ്പിന്റെ ഒരു സമയമാണെന്നറിയുമല്ലോ. ഓരോ ചെറുപ്പക്കാരനോട് ഞാൻ പറയുന്നു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് DYFI എന്ന് പറയുന്ന യുവ സംഘടനയുണ്ട്, ഇന്ത്യൻ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗിന് യൂത്ത് ലീഗ് ഉണ്ട്. സഹോദരങ്ങളെ, ഏത് പ്രസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ യുവാക്കൾക്ക് ഒരു പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ, യുവാക്കൾക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ യുവാക്കളെ, 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ ശീതളഛായയിൽ അല്ലാഹു തണൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അതില് സിംഹഭാഗവും പറഞ്ഞത് ഷാബുൻ 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 എന്നാണ്. യുവാക്കളെന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, 18 വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ എത്തിയ യുവാക്കളോട് എനിക്ക് പറയാറുള്ളത്, ആ യുവത്വത്തിന്റെ ത്രസിപ്പില്, ആ യുവത്വത്തിന്റെ പ്രസരിപ്പില്, ആ യുവത്വത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം. നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ നമസ്കാരത്തെ ജീവവായു പോലെ, പ്രാണവായു പോലെ നമുക്ക് കാണാൻ കഴിയണം. ഇന്ന് ചെറുപ്പക്കാരൻ നിസ്കാരത്തിന് പള്ളിയിലില്ല, പക്ഷേ പള്ളിയിൽ വേറെ എന്ത് കാര്യം വന്നാലും ചെറുപ്പക്കാര് സജീവമാണ്. റബിയുൽ അവ്വൽ എത്തിയോ ഉസ്താദേ, എവിടെയാ കൊടി കെട്ടേണ്ടത്, എവിടെയാണ് തോരണം കെട്ടേണ്ടത്, എവിടെയാ ഞങ്ങൾ ഫ്ലക്സ് വെക്കേണ്ടത്, എവിടെയാ ഞങ്ങളെ നബിദിനത്തിന്റെ അന്ന് കിട്ടൂല, അന്ന് ഞങ്ങൾ വേറെ എങ്ങും പോകുന്നതല്ല, ഞങ്ങൾക്ക് വലിയ വണ്ടി വിളിക്കണം, എന്നിട്ട് DJ സംവിധാനം വെക്കണം, എന്നിട്ട് ലൈറ്റ് ഇങ്ങനെ ആളുകളുടെ കണ്ണടിച്ചു പോകുന്ന രീതിയിൽ മിന്നിക്കണം, എന്നിട്ട് വലിയ ബോക്സ് വെച്ച് കെട്ടിയിട്ട് ജനങ്ങളെ ഹാർട്ടൊക്കെ ഞങ്ങൾക്ക് പീസാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാര് നബിദിനാഘോഷം നടത്താറുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ 916 സുന്നി തന്നെയാണ്, ഞാനും നബിദിനാഘോഷത്തിന് കട്ട സപ്പോർട്ട് തന്നെയാണ്. വലിയ വണ്ടി തന്നെ വിളിക്കണം, ബോക്സ് എല്ലാം വെച്ച് കെട്ടണം, എന്നിട്ട് കവലകളായ കവലകളിൽ മുത്തു റസൂലിന്റെ മദഹ് പറയണം, പാടണം, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ട് മൗലിദ് പാരായണം നടത്തണം, നബിതങ്ങളെ പറ്റിയിട്ട് വാനോളം നമ്മൾ പുകഴ്ത്തണം. എന്നാൽ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം നല്ലതല്ല ചെറുപ്പക്കാരാ. DJ സംവിധാനം ഇസ്ലാമിന്റെ നയമല്ല, ഇസ്ലാമിന്റെ നിലപാടല്ല, അത് സുന്നത്തു റസൂലല്ല, നബിതങ്ങളുടെ ചര്യയല്ല. ലൈറ്റ് ആകാം നല്ലത് തന്നെ, പക്ഷേ ആരുടെയൊക്കെയോ സംസ്കാരം കടമെടുത്തുകൊണ്ട് നബിദിനാഘോഷം നടത്തുന്നത് അത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണെന്ന് ഒരു മുഹിബ്ബീങ്ങളും ചിന്തിക്കരുത്, ഒരു പ്രവാചക പ്രേമികളും ചിന്തിക്കരുത്. അതെല്ലാം ഒരു പക്ഷേ നമസ്കാരമില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കാൻ തന്നെ കാരണമായേക്കാം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പള്ളികൾ സജീവമാകണം. വേങ്ങറ പള്ളിയാണ് മനോഹരമായ പള്ളിയാണ്, കരുനാഗപ്പള്ളി പള്ളിയാണ് വലിയ പള്ളിയാണ്, മനോഹരമായ കാണാൻ മുഞ്ചുള്ള സൗന്ദര്യമുള്ള പള്ളിയാണ്. ഇതൊന്നും ഒരു ന്യായമല്ല. പള്ളി ഏതോ ആകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ആ പള്ളിയിൽ നമസ്കാരം നടക്കലാണ് പള്ളിയോടുള്ള നമ്മുടെ ബാധ്യത. അല്ലാതെ പള്ളി ഇങ്ങനെ വലിയ പള്ളി, ചെങ്കോട്ടയെ പോലുള്ള പള്ളി, താജ്മഹലിനെ പോലുള്ള പള്ളി, മനോഹരമായ കുത്തബ് മിനാറിനെ പോലുള്ള പള്ളി, മനോഹരമായ പള്ളികൾ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ട് പള്ളിയിൽ നിസ്കാരത്തിന് ആളില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന
നിസ്കാരം നിലനിർത്തുമോ എന്റെ പെങ്ങന്മാരോട് ചോദിക്കുകയാ. ഇന്ന് ഓരോ സഹോദരിമാരും നമസ്കാരത്തെ നെവർ മൈൻഡ് ആയിട്ട് കാണുകയാ. ഒരു ഭർത്താവ് തന്റെ ജീവിതത്തിൽ വരുന്നില്ല, വയസ്സ് 25 കഴിഞ്ഞു, അവസാനം സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് സുന്നത്ത് നോമ്പ് പിടിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഒരുപാട് ദുആ ചെയ്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട് അവസാനം തനിക്ക് വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് ഒരു മാരം കടന്നു വരുന്നു. തന്റെ പ്രിയപ്പെട്ട വരൻ, തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം, തന്റെ രാജകുമാരനാകട്ടെ നിശ്ചയിക്കപ്പെട്ട വരൻ തന്റെ ജീവിതത്തിൽ കടന്നു വരികയാ. താൻ ഇത്രയും നാള് നിസ്കരിച്ചതിന് ഫലമുണ്ട്, താൻ ഇത്രയും നാള് നോമ്പ് പിടിച്ചതിന് ഫലമുണ്ട്. അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരന് കല്യാണത്തിന്റെ ദിവസം എത്തി. ആ കതിർ മണ്ഡപത്തിലേക്ക് രാവിലെ 8:40 മുഹൂർത്തം നോക്കിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി. എന്നിട്ട് നേരെ കതിർ മണ്ഡപത്തിൽ ചെന്നിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുന്നു. ഒരുപാട് നിസ്കരിച്ചതിന് അല്ലാഹു തന്ന കൂലി, ഒരുപാട് നോമ്പ് പിടിച്ചതിന് പടച്ചോൻ തന്ന കൂലി. 12:30 കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ജനങ്ങൾ വന്നു. തന്റെ കൈവെള്ളയിലേക്ക് മഹറുമാല തന്നു. തന്റെ ജീവിതത്തിന്റെ വരനായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒന്ന് ചോദിക്കട്ടെ എന്റെ വേങ്ങറയിലെ പെങ്ങളെ, നമസ്കരിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ ഓരോരുത്തരും തേടി നിങ്ങൾക്കൊരു ജീവിതം കിട്ടുമ്പോ കല്യാണത്തിന്റെ അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ നമ്മുടെ നാട്ടിലുള്ളത്? കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിച്ച പുതിയ പെണ്ണ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവൂല ഉറപ്പല്ലേ? കാരണം രാവിലെ 9 മണിക്കിടുന്ന പുട്ടിയാണ്. അതെല്ലാം കഴുകി കളഞ്ഞ് ഒളുവെടുത്താൽ മുഖത്തിന്റെ കാന്തി പോകും, മുഖത്തിന്റെ സൗന്ദര്യം പോകും, മുഖത്തിന്റെ ഭംഗി പോകും, ആകാര സൗട്ടവം പോകും. അതുകൊണ്ട് ഞാൻ ഒളുവെടുക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ ഞാൻ വിളിച്ച ആളുകളൊക്കെ ഓടിക്കൂടി എല്ലാവരും കല്യാണത്തിന് വന്നിരിക്കുമ്പോ എനിക്കെന്ത് നിസ്കാരമാ? അതൊക്കെ വല്ലാത്തൊരു മാമൂലായി പോയില്ലേ? ഇതെല്ലാം ഉസ്താദുമാർക്കും ഹാജിയാക്കന്മാർക്കും മുഅദ്ദിന്മാർക്കും പറഞ്ഞതല്ലേ എന്ന് ചിന്തിച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ ഉള്ളത്? പറ. അസർ നിസ്കരിക്കോ? 3:30 മണിക്ക് ഒരു കള്ളക്കരസിലോട് കൂടി വണ്ടിയിൽ കയറുകയാണ്. പുതിയാപ്പളയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. അവിടെ എത്തുമ്പോഴേക്ക് 6 മണിയായി. അസർ പോയി. 6 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ താത്ത, ഇപ്പുറത്തെ മാമി, കൊച്ചുമ്മ ഈ കല്യാണത്തിനൊന്നും വരാതെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളൊക്കെ പെണ്ണിനെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോഴാണ്. അവളെ സാരി പിടിച്ചു നോക്കി, അവളുടെ മഹർമാല തൊട്ട് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് ഇത് പറയത്തക്ക രീതിയിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് 6:30 മണിയാകുമ്പോ മഗ്രിബിന്റെ ബാങ്ക് കേട്ടു. അസർ നിസ്കരിച്ചോ? നിസ്കരിച്ചില്ല. മഗ്രിബ് കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫസ്റ്റ് രാത്രി, ആദ്യ രാത്രിയിലേക്ക് വരുന്നു, തിരിക്കുന്നു. യാത്ര ചെയ്ത് പോകണം. മഗ്രിബ് നിസ്കരിച്ചോ? ഇല്ല. വീട്ടിൽ വന്ന് ക്ഷീണിതയായ പെണ്ണ് ഇശാ നിസ്കരിക്കും ചിലപ്പോ, അതും ഉറപ്പില്ല. ആ നിലയിൽ ഇന്നലെ വരെ സുജൂദിൽ കിടന്ന് അള്ളാഹു തനിക്കൊരു മാരനെ കൊടുത്തപ്പോ കല്യാണത്തിന്റെ അന്ന് തന്നെ നിസ്കാരം മുടക്കുന്ന പെണ്ണുങ്ങൾ. ഞാൻ ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. നമസ്കാരം എന്ന് പറയുന്നത് അല്ലേ? നമസ്കാരം പണ്ട് നിസ്കാരത്തിന് മഴയില്ലാതെ കഷ്ടപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോ പള്ളിയിൽ സജീവമായി. എന്താ കാര്യം? ഞാൻ നിസ്കാരം തുടങ്ങണ്ടേ, മഴ വല്ലതുകൊണ്ടോ? മഴയില്ല, എന്റെ ദോഷം കൊണ്ടാണ് മഴ കിട്ടാത്തതെങ്കിലോ, അതുകൊണ്ട് പള്ളിയെ ശരണം, എപ്പോഴും പള്ളിയോട് പള്ളി. അവസാനം അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ പിറ്റുന്ന പോലെ പള്ളി കാണാനില്ല. എന്താ പള്ളി വരാത്തത്? മഴയല്ലേ, പിന്നെങ്ങനെ വരും? മഴയത്ത് പള്ളിയിൽ എങ്ങനെ വരും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നു, ആ കാര്യം അല്ലാഹ് തന്നാ നേരെ പാലം നടക്കോളം നാരായണ, പാലം കടന്നാൽ പൂരായണ. ആ തത്വം പറ്റില്ല. അല്ലാഹ് പറയുന്നു നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിസ്കരിക്ക്.